സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 31 ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ശ്രീലക്ഷ്മി എസ്. സരസ്വതി വിദ്യാമന്ദിർ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. നമസ്തേ. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഏകീകരിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക ധമനിയാണ് രാമായണം. ഭാഷയ്ക്കും ദേശത്തിനും ജാതിമത ഭേദങ്ങൾക്കും അതീതമായി ജനതയെ ഒന്നിപ്പിക്കുന്ന ഈ ഇതിഹാസം എല്ലാ കാലത്തും സാമൂഹിക നവോത്ഥാന ശക്തിയായി വർത്തിച്ചിട്ടുണ്ട്. മര്യാദാ പുരുഷോത്തമനായ രാമനെ ഈശ്വരാവതാരമായി സങ്കല്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പുലരേണ്ട സദാചാര സാംസ്കാരിക മൂല്യങ്ങളെ ആധ്യാത്മിക ജ്ഞാനാനുഭവമായി പകർന്നുകൊണ്ടാണ് അധ്യാത്മരാമായണം രചിച്ചത്. ഒരു നല്ല ഭരണാധികാരി, മകൻ, ഭർത്താവ്, ജ്യേഷ്ഠൻ, സഹോദരൻ എന്നീ നിലകളിലെല്ലാം ഉത്തമോദാഹരണങ്ങൾ രാമായണത്തിലല്ലാതെ മറ്റെങ്ങും നോക്കേണ്ടതില്ല. ഭക്തിയിലധിഷ്ഠിതമായ നല്ല ശീലങ്ങളും ഉപദേശങ്ങളും മാനസിക വ്യാപാരങ്ങളിൽ സമൂല മാറ്റം വരുത്താൻ ഉതകുന്നതത്രേ. ക്ഷേത്ര നിർമ്മാണം, ഹോമം, യാഗം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടൊന്നും മോക്ഷം വന്നുകൂടില്ലെന്നും ഉത്തമ ഭക്തിയാണ് മോക്ഷോപായമെന്നും രാമായണം ഉദ്ബോധിപ്പിക്കുന്നു. സത്യാസത്യ ചിന്തകളെയും നീതിബോധത്തെയും പറ്റി സാമാന്യ ജനങ്ങളിൽ ബോധമുണ്ടാക്കാനും രാമായണ പാരായണത്തിന് കഴിയുന്നു. ആയിരത്താണ്ടുകളിലൂടെ വികസിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് രാമായണം. ജീവിത മൂല്യങ്ങളുടെ സമഗ്ര ദർശനം അതിൽ കാണാം. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ഉത്തമ ബന്ധം, സ്വാർത്ഥതയില്ലാത്ത സഹോദര ബന്ധം, ത്യാഗപൂർണമായ ദാമ്പത്യ ജീവിതം, ഗുരുശിഷ്യബന്ധം, സേവകഭാവം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും രാമായണത്തിൽ തെളിഞ്ഞു കാണാം. മനുഷ്യ മനസ്സുകളെ മാത്രമല്ല അന്തരീക്ഷത്തെ പോലും പാവനമാക്കാൻ കഴിവുള്ള രാമായണത്തിൻ്റെ ശീലുകൾ നമുക്കും മനസ്സിനോട് ചേർത്ത് വയ്ക്കാം. എല്ലാവർക്കും പുണ്യം നിറഞ്ഞ അനുഭവം പകർന്നു തരട്ടെ ഈ കർക്കിടകം. ലോക സമസ്ത സുഖിനോ ഭവന്തു.